ഹബേബ്സ് വെൽക്കം ബാക്ക്. നമ്മൾ കണ്ണാടി നോക്കുമ്പം സാധാരണയായിട്ട് നമ്മുടെ പ്രതിബിംബം തന്നെയാണല്ലോ കാണാറ്, അഥവാ നമ്മളെ തന്നെയാണല്ലോ കാണാറ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഓപ്പോസിറ്റായിട്ട്, അഥവാ ആ കണ്ണാടീൻ്റെ അപ്പുറത്തായിട്ട് മറ്റൊരു റൂം, ആ റൂമിലൊരു പയ്യനെയാണ് കാണുന്നത്. അതും ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു പ്രതിഭാസം നടക്കുന്നതും. നമ്മുടെ പയ്യന്മാർക്കാണെങ്കിൽ പരസ്പരം കാണാൻ മാത്രമേ പറ്റുള്ളൂ. ആ കണ്ണാടീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിക്കാറുണ്ട്, പക്ഷേ കൈ പിടിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഫുഡ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരാളെ മറ്റൊരാൾക്ക് അടുത്തിരുന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനെയുള്ള നമ്മുടെ പയ്യന്മാർ എങ്ങനെയാണ് പ്രേമിക്കുന്നത്, എങ്ങനെയാണ് അവർ ഒന്നിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു സീരീസിൽ പറയുന്നത്. ഓക്കെ, നല്ല ഫാൻറ്റസി ആയിട്ട് ഉണ്ടല്ലേ. അതേപോലെ തന്നെ നല്ലൊരു ഫീൽ ഗുഡ് തരുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ്. ഫൈനൽ എപ്പിസോഡ് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഹാപ്പി എൻഡിങ് ആണോ എന്നറിയത്തില്ല. പക്ഷെ കണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സീരീസിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ, മെമ്മറി ഇൻ ലെറ്റർ. ഒരു തായ് സീരീസാണ്. ഓക്കെ, നമുക്ക് നേരെ സീരീസിലേക്ക് പോകാം. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സോണ് മഴയത്ത് ഒരു കാറിലിരുന്ന് ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ആളൊരു കാര്യം ആലോചിച്ച് നോക്കുന്നുണ്ട്. അച്ഛനോട് ആ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അക്സോൺ എന്നാണ് നമ്മുടെ പയ്യൻ്റെ പേര്, നമുക്ക് സോണെന്ന് വിളിക്കാം. സോണ് ഈ ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. അവനത് വളരെ ഇഷ്ടമാണ്. അവൻ്റെ അമ്മയും ഇതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതും. പക്ഷെ അവൻ്റെ അച്ഛനത് തീരെ താല്പര്യമില്ല. അവൻ്റെ അടുത്ത് അത് നിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അമ്മ പഠിച്ച കണക്ക് തനിക്കിത് പഠിക്കാനാണ് ഇഷ്ടമെന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും, ഇതുകൊണ്ട് നിനക്ക് നിന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റുന്നതാണോ വിചാരം? നിനക്ക് ഈ ഒരു ലിറ്ററേച്ചർ വിടാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അല്ലെങ്കിലും നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെയാണ്. ഞാനല്ലെങ്കിലും പോവാൻ നിൽക്കുവാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചെക്കൻ നിൽക്കുന്നത്. പക്ഷെ അച്ഛൻ എന്നാലും മുഖത്തടിച്ച കണക്ക് ഇറങ്ങി പോകാൻ പറയുന്ന സമയത്ത് നമ്മുടെ ചെക്കനെ നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഒരുപാട് ബുക്കുണ്ട്. ആ ടേബിളിലിരിക്കുന്ന ബുക്ക് മൊത്തം അച്ഛൻ തള്ളി താഴേക്ക് ഇടുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ പയ്യൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പം കാറിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതും. സോണ് നേരെ പോകുന്നത് അവൻ പുതിയതായിട്ടെടുത്ത റൂമിലേക്കാണ്. അവിടുത്തെ ഓണർ ലേഡി അവനെയും കൊണ്ട് മേലെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതും ഏറ്റവും നല്ല മേലെയുള്ള ഒരു റൂമിലാണ് നമ്മുടെ ചെക്കൻ വാടകയ്ക്ക് നിൽക്കുന്നത്. താഴെ ഒരുപാട് റൂം അവൈലബിൾ ആണ്. നിനക്ക് മൈൻഡ് മാറ്റുന്നെങ്കിൽ പൊക്കോ, ഇപ്പം തന്നെ നീ മടുത്തിട്ടുള്ളത്, ഭയങ്കര കഷ്ടപ്പാടായിരിക്കുന്നത് പറയുന്നുണ്ട്. അത് സാരമില്ല, ഇവിടെ ആകുമ്പോൾ നല്ല വ്യൂ കിട്ടുമല്ലോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്നാണ് നമ്മുടെ ചെക്കൻ പറയുന്നത്. നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് തന്നെയാണ്, എക്സസൈസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ശരി, നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, റൂമിൽ മുന്നേ ഉണ്ടായിരുന്ന ഓണർ എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് പോയതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു മിറർ വെച്ചിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കൊണ്ടുപോക്കളാന്ന് പറഞ്ഞിട്ടാണ് ലേഡി പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കനകത്ത് പോകുന്നുണ്ട്. പോയിട്ട് റൂമൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ എല്ലാ മിററും നോക്കുന്നുണ്ട്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മിറർ. അത് കഴിഞ്ഞിട്ട് റൂം മൊത്തത്തിലൊന്ന് ക്ലീനൊക്കെ ആക്കുന്നുണ്ട്. നൈറ്റ് ആകുമ്പോഴേക്കും അങ്ങനെ മൊത്തം പണിയൊക്കെ തീർത്ത് നല്ല സമാധാനത്തിൽ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് തോന്നുന്നത് ഒരു നോവൽ വായിക്കാൻ. ആൾക്ക് ഈ വായിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമാണല്ലോ. സോ ടാബ് എടുത്ത് അതും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസിൽ പറയുന്നുണ്ട്, ഈ മാസം 2 മീറ്റേഴ്സ് ഉണ്ടാവും, അഥവാ 2 ഉൽക്കകൾ വന്ന് പതിക്കും. അതിലൊന്ന് ഇന്നാണ്. ഇതൊരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് TV ഒക്കെ സിഗ്നൽ കട്ടായിട്ട് ബ്ലിങ്കായി വരുന്നുണ്ട്. ലൈറ്റ്സ് ബ്ലിങ്ക് ആവുന്നുണ്ട്. മൊത്തത്തിൽ ആ റൂം കുലുങ്ങുവാണ്. അവിടെ ഇരിക്കുന്ന ഫ്ലാസ്ക് ഒക്കെ വീഴുന്നുണ്ട്. നമ്മുടെ ചെക്കൻ ഇരിക്കുന്ന കട്ടിലടക്കം കുലുങ്ങുന്നുണ്ട്. ആകെപ്പാടൊരു ഭൂകമ്പം വന്ന കണക്ക് ഭയങ്കരമായിട്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉൽക്ക വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് ഉൽക്ക നേരെ വീരുന്നതാണെങ്കിൽ സോണിൻ്റെ റൂമിലേക്ക് തന്നെയാണ്. ചെക്കൻ ആകെപ്പാടെ പേടിച്ച് കാർക്കൂവി കണ്ണുടച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒച്ചയും ബഹളവും അനക്കോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ചെക്കനെ നീറ്റ് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും നശിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സമാധാനത്തിൽ പോയിട്ട് അവിടെ ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതും എടുത്ത് തിരിയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മിററിൽ തന്നെ കാണുന്നില്ലാന്ന്. മിറർ ആകുമ്പോൾ റിഫ്ലക്ഷൻ കാണണമല്ലോ, അത് കാണുന്നില്ലെന്ന് മാത്രമല്ല സോണിൻ്റെ റൂമല്ല ആ ഒരു മിററിൽ കാണിക്കുന്നതും. ഇതെന്തുവാ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കനൊന്ന് നോക്കുന്ന സമയത്താണ് വേറെ ഏതോ പയ്യൻ ഇവൻ്റെ നേരെ വരുന്നത്. ആകപ്പാടെ പേടിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ മാത്രമല്ല മറ്റേ പയ്യനും. രണ്ടുപേരും കാറ് നിലവിളിച്ച് ബോധം കെട്ടി തന്നെ വീഴുന്നുണ്ട്. രാത്രി പുറത്തേക്ക് ചുമ്മാ നോക്കിയിട്ട് ഒരു ഇല അനങ്ങിയാൽ തന്നെ പേടിച്ചു പോവും. അങ്ങനെയുള്ളപ്പോൾ ഒരു പേഴ്സൺ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരാ പേടിക്കാതിരിക്കുക. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാണുന്ന സീനിൽ രാവിലെ ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ മീറ്റേഴ്സിനെ കുറിച്ച്. അവിടെ നമ്മുടെ ചെക്കനാണെങ്കിൽ മയങ്ങി അതേപോലെ തന്നെ കിടക്കുവാണ്. എണീറ്റ് നോക്കുമ്പം ആകപ്പെടെ പേടിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ശരിക്കും ഒരു സ്വപ്നം തന്നെ അല്ലേന്ന്. നോക്കുമ്പോഴാണെങ്കിൽ ശരിക്കും അവൻ്റെ റൂം കണ്ണാടിയിൽ കാണാൻ പറ്റുന്നില്ല, അവനെയും കാണാൻ പറ്റുന്നില്ല. അവൻ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു റൂമാണ് കാണുന്നത്. പേടിച്ച് പേടിച്ചാണെങ്കിൽ അടുത്തേക്ക് പോയിട്ടൊന്ന് നോക്കുമ്പം പിന്നെയും നമ്മുടെ ചെക്കൻ അപ്പുറത്ത് വരുവാണ്. ആപ്പടെ പേടിച്ച രണ്ടുപേരും പിന്നെ അലറുന്നുണ്ട്.
പേടിച്ചോണ്ട് തന്നെ നീ ആരാണെന്ന് അക്സോൺ. ഞാൻ സോങ്ചം, നീയോന്ന് മറ്റേ പയ്യൻ. ഞാൻ അക്സോൺ. അല്ല, നീ ശരിക്കും മനുഷ്യൻ തന്നെയല്ലേന്ന് അക്സോൺ. ഞാൻ മനുഷ്യനാണെന്ന് സോങ്ചം. അപ്പോ പിന്നെ നീ എങ്ങനെയാ ഈ മിററിൻ്റെ ഉള്ളിൽ വന്നത്? ഞാനല്ല, നീയാ മിററിൻ്റെ ഉള്ളിൽ വന്നത്. എങ്ങനെയാ നീ ഇതിൻ്റെ ഉള്ളിൽ വന്നത്? ഇത് കേൾക്കുന്ന അക്സോൻ ആണെങ്കിലോ ഭയങ്കര കൺഫ്യൂഷൻ, മൊത്തത്തിലേ നോക്കിക്കൊണ്ടിരിക്കാണ്. എന്നിട്ട് ആ മിററിലേക്ക് വന്ന് കൈ വെച്ച് നോക്കുന്നുണ്ട്. ശരിക്കും അത് മിറർ തന്നെയാണോ എന്ന് നോക്കാൻ. നോക്കുമ്പോൾ ശരിക്കുള്ള മിറർ തന്നെയാണ്. അപ്പുറത്തുനിന്ന് സോങ്ചും അതേപോലെ കൈ വെച്ച് നോക്കുന്നുണ്ട്. അത് മിറർ ആണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതെന്താ സംഭവം എന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. നീ എന്നെ പോലെ തന്നെയാണല്ലോ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. BE എത്രയാ നിന്റെ അവിടുത്തെ വർഷം എന്ന് അക്സോൺ ചോദിക്കുമ്പം BEയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സോങ്ചം. BE എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്ററാ. BE എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്ററാ. ഇവിടെ ബുദ്ധിസ്റ്ററയൊന്നുമില്ല, ഗോഡിറ മാത്രമേ ഉള്ളൂ. വർഷം 125. നിന്റെയോ? എൻ്റെത് ബുദ്ധിസ്റ്ററയില് 2565 എന്നും പറഞ്ഞ അക്സോൺ ആണെങ്കിൽ അവിടെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് അവിടെ സോങ്ചമ്മി ഷോക്കായിട്ട് തന്നെയാണുള്ളത്. പക്ഷെ പെട്ടെന്നാണ് ആൾക്ക് എക്സാമിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. എനിക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടാണ്. അക്സോൺ ആണെങ്കിൽ നില്ല് 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 എന്ന് പറഞ്ഞ് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുകയാണ്. എന്തുവാ അവിടെ നടക്കുന്നതെന്ന് അറിയാതെ. നമ്മുടെ ചെക്കൻ നേരെ ഒരു കഫേയിൽ പോയിരുന്നിട്ട് നെറ്റിലിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. മിററിലെ മനുഷ്യൻ, അതേ കണക്ക് പീപ്പിൾ ഫ്രം അനദർ വേൾഡ്, മൾട്ടി യൂണിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അതിൽ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതും വളരെ ഡീപ്പായിട്ട് സീരിയസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഇയാൾ അക്സോൺ അല്ലേ? കുറേ നേരമായിട്ട് സ്റ്റാഫ്സ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓ സോറി, കേട്ടില്ല. അതൊക്കെ പോട്ടെ, ഇയാൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ പേര് ക്യോന്നാണ് എന്ന് അയാൾ. അല്ല, എൻ്റെ പേരെങ്ങനെ അറിയാമെന്ന് നമ്മുടെ ചെക്കൻ. ഞാൻ എൻ്റെ ബുക്ക് സ്റ്റോർ. ഓ ശരിയാണല്ലേ, കണ്ടപ്പോൾ ഒരു പരിചയം തോന്നിയായിരുന്നു. ദിവസം അവിടെ വരാറുണ്ടല്ലേ? സോറി മനസ്സിലായില്ലെന്ന് നമ്മുടെ ചെക്കൻ. ഓ, ദിവസം വരുന്ന കസ്റ്റമറെ പോലും മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചാണ് ക്യോ നിൽക്കുന്നത്. ഒരു വളച്ച ചിരിയും ചിരിച്ച് സോറിയും ചോദിച്ച് നമ്മുടെ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വരുന്നുണ്ട്. അതും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് സംസാരിച്ചാണ് രണ്ടുപേരും കൂടെ വരുന്നത്. ക്യോ ആണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ആള് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കണക്ക് സംസാരിക്കുന്നുണ്ട്. ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ലവ് പോലെയാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും റൊമാൻറ്റിക് ആയിരിക്കും. നമ്മൾ വീണ്ടും കണ്ടണക്കെന്നൊക്കെ പറഞ്ഞ് അച്ചക്കൻ ചെറുതായിട്ട് ഫ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കണക്കാണ് സംസാരിക്കുന്നത്. ആ പയ്യൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ സോണിൻ്റെ മേലെ ആ ചെക്കനൊരു കണ്ണുണ്ട്. നമ്മുടെ ചെക്കനാണെങ്കിൽ നേരെ അവരുടെ അടുത്ത് ചോദിക്കുന്നത് ഈ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചാണ്. ശരിക്കും അത് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. പാരലൽ യൂണിവേഴ്സ് ശരിക്കും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ ഒരു എവിഡൻസ് ഒക്കെ വെച്ചിട്ട് അതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞാണ് ക്യോ നിൽക്കുന്നത്. നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബുക്സ് പ്രിഫർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ സോണ് നൈറ്റ് അക്സോൺ റൂമിലേക്ക് വന്ന് നേരെ സാധനമൊക്കെ അവിടെ വെച്ച് ഇപ്പുറത്തെ മിററിലേക്ക് നോക്കുമ്പം അവിടെ നമ്മുടെ സോങ് ഡാൻസ് കളിച്ചോണ്ടിരിക്കാണ്, പാട്ടൊക്കെ കേട്ടിട്ട്. അത് കുറച്ചേരം അങ്ങനെ നോക്കിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഡാൻസ് ഒക്കെ കളിച്ച് നമ്മുടെ ചെക്കൻ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. അക്സോണെ കാണുന്നുണ്ട്. എന്താ ഞാൻ ഡാൻസ് കളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണോ? എന്തേ നല്ല മൂഡിലാണോ? ഉറപ്പായും. ഞാൻ അവർക്ക് ഇവിടെ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അക്സോൺ ഫുഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പാൻ കേക്ക്. സോങ് ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെ കഴിക്കുന്നു, മിററിലേ നിൽക്കുന്നത്. അയ്യോ അത് ശരിയാണല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാൻ കഴിക്കുന്നത് നോക്കി എന്നോട്ടോ എന്ന് പറഞ്ഞ് അവനെ കൊതിപ്പിച്ച് നമ്മുടെ ചെക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെക്കനും അത് നോക്കിയെന്ന്. കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അഥവാ എനിക്കെല്ലാം വിശന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നീ എങ്ങനെ ഏറ്റെടുക്കും? ഫുഡ് മാറ്റി വെച്ച് സോങ്ങ കൈവച്ചിടത്തേക്ക് തന്നെ മിററിൽ കയ്യും വെച്ച് കുറച്ച് ക്ലോസ് ആയിട്ട് നിന്നിട്ട് ഒരുമാതിരി രീതിക്ക് എങ്ങനെയാണ് പറ, അപ്പം നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞ് ഒരുമാതിരി ഫ്ലേട്ട് ചെയ്യുന്ന രീതിക്കാണ് അക്സോൺ നിൽക്കുന്നത്. നമ്മുടെ ചെക്കൻ ഒരുമാതിരി ആവുന്നുണ്ട്. അതിവനാണെങ്കിൽ ഒരുമാതിരി കിസ് ചെയ്യുന്ന കണക്ക് തൊട്ടടുത്ത് വന്നാണ് നിൽക്കുന്നത്. സോങ്ങിൻ്റെ എക്സ്പ്രഷനൊക്കെ വെച്ചിട്ട് ആള് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനിനി എന്നിട്ട് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹെഡ്സെറ്റ് എടുക്കുവാണ്. എന്താ ചെയ്യാൻ പോന്നേ? പാട്ട് കേൾക്കാൻ വന്നു, വേറെന്താക്കാനാ? എന്താ നീയും കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട് എന്ന് പറഞ്ഞ് അക്സോണും ഭയങ്കര കാര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കൻ ഹെഡ്സെറ്റ് എടുത്ത് മിററിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയ്യോ, അതെങ്ങനെ ഇപ്പം നിനക്ക് കേൾക്കാൻ പറ്റുക? എനിക്കല്ലേ കേൾക്കാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യും, ഞാൻ പാട്ട് കേൾക്കുന്നത് കണ്ടോട്ടോ എന്നും പറഞ്ഞ് അത് ചെവിയിലേക്കും വെച്ച് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുകയാണ്. പകരം വീട്ടിൽ നിന്നാണെന്ന് അക്സോണിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആള് നോക്കിയിരിക്കുന്ന സമയത്ത് കുറച്ചു നേരം ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ചെക്കൻ ചുമ്മാ പറഞ്ഞാണ് ഇവിടെ സ്പീക്കർ ഉണ്ടെന്ന് പറഞ്ഞ് സ്പീക്കറിൽ പോയിട്ട് പാട്ട് കേൾക്കുകയാണ്. ആ പാട്ട് കേട്ടിട്ട് നിന്റെ മ്യൂസിക്കിലെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അക്സോൺ. നിനക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ? അല്ല
ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാറ് എന്ന് സോങ് ചോദിക്കുന്നുണ്ട്. പാട്ട് കേൾക്കും, നോവൽ വായിക്കും, പിന്നെ ഇടയ്ക്കൊക്കെ മൂവിയും കാണും. ആഹാ കൊള്ളാലോ, ഞാനും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വേൾഡിൽ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലേ എന്ന് സോങ് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കുറച്ച് ഫീൽ ചെയ്താണ് അക്സോൺ നിൽക്കുന്നത്. അവൻ്റെ വേൾഡിൽ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാരും അങ്ങനെ ഇല്ലല്ലോ. മേ ബി കോമൺ ആയിട്ടുള്ള ആ ഒരു തിങ് ഉള്ളത് കൊണ്ടായിരിക്കണം. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അക്സോൺ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഉണ്ടല്ലോ എന്ന്. അതെന്തൊരു ചോദ്യമാണെന്ന് ചോദിച്ചാണ് സോങ് കേൾക്കുന്നത്. ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചാണ്. ഞാൻ ഇപ്പോൾ പോയിട്ട് മൂവി കാണുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ചിക്കൻ നേരെ ടാബ് എടുത്തിരിക്കുമ്പം ഞാനും നിൻ്റെ കൂടെ മൂവി കാണട്ടെ എന്ന് സോങ്. പിന്നെന്താ, ഉറപ്പായിട്ടും കണ്ടോളാനും പറഞ്ഞ് അക്സോൺ. നീ അവിടെ ഇരുന്നാൽ ഞാനെങ്ങനെയാണ് നിൻ്റെ കൂടെ മൂവി കാണുക? ആ ശരിയാണ്, ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ ചിക്കൻ അവിടെ കണ്ണാടീൻ്റെ അടുത്ത് വന്നിരുന്ന് ആ ഒരു ടാബിൽ മൂവി വെച്ചിരിക്കുകയാണ്. സോങ് അത് മുട്ടുകുത്തിയിരുന്ന് നോക്കുന്ന കണ്ടിട്ട്, നിന്നെ കണ്ടാൽ ഈ ഗെയിമിംഗ് സ്റ്റോറിലൊക്കെയുള്ള കുട്ടികളെ പോലെ ഉണ്ട് എന്ന് അക്സോൺ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, ഏയ് ഒന്നുമില്ല അത് വിട്ടേക്ക്, ഇപ്പം കാണുമെന്ന് പറഞ്ഞ് അക്സോൺ. രണ്ടുപേരും കൂടെ കാണുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ആ ഒരു സമയത്ത് രണ്ടുപേരും ഇങ്ങനെ മിററിനോട് അടുത്തടുത്താണല്ലോ നിൽക്കുന്നത്. രണ്ടുപേർക്കും ഒരു സംതിങ് ഫീൽ ആവുന്നുണ്ട്. കുറച്ചു നേരം പരസ്പരം നോക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് കൺവേ ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം സോങ് തന്നെ പറയുന്നുണ്ട്, അപ്പം നമുക്ക് സിനിമ കാണാമെന്ന്. അങ്ങനെ രണ്ടുപേരും കാണുന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേർക്കും ഭയങ്കരമായിട്ടൊരു ഫീല് തോന്നുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ക്ലോസ് ആവുന്ന കണക്ക് നമുക്ക് ഈ ഒരു സീനിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു സീൻ ഇവിടെ സോൺ നേരെ വന്ന് നോക്കുന്നത് സോങ്ങിൻ്റെ റൂമിലേക്കാണ്. നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അങ്ങനെ എന്തി കഴിഞ്ഞ് നോക്കി കുടിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഏയ് എന്ന് വിളിച്ചുകൊണ്ട് സോങ് വരുന്നത്. അക്സോൺ അങ്ങ് ഞെട്ടി പോകുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് കാണുന്നത് അക്സോൺ ഇപ്പോൾ കുളിച്ചിട്ട് വന്നെയാണെന്ന്. ആളുടെ മേത്ത് ആകപ്പെടെ വെറ്റായിട്ടാണുള്ളത്. പോരാത്തിന് നല്ല നോക്കിക്കൊണ്ടിരിക്കുമ്പം ഏയ് എന്താ നോക്കുന്നത്, പിന്നെ ഒളിഞ്ഞു നോക്കുകയാണോ എന്ന് സോങ്. ഏയ് ഞാനൊന്നും നോക്കിയിട്ടില്ല, അല്ലേലും വേണമെന്ന് വിചാരിച്ചിട്ടൊന്നല്ലെന്ന് പറഞ്ഞാണ് അക്സോൺ നിൽക്കുന്നത്. അല്ല നീ എന്താ ഈ മിറർ മൂടാത്തത്? അതിൽ വിട്ട് വല്ല ഡ്രസ്സ് കിട്ടിയിട്ടോ? ഞാൻ മൂടാത്തതോ? അത് കൊള്ളാം, എപ്പോഴും നീയല്ലേ തുണി വെച്ച് മറയ്ക്കാറുള്ളത്, നീ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചത് സോങ്. അത് പിന്നെ ഞാൻ മറന്നുപോയി, അപ്പം നീ അങ്ങ് ചെയ്യണം. അക്സോൺ ആണെങ്കിൽ ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നുണ്ട്, ഷൈ ആവുന്നുണ്ട്. ഇത് സോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. ആളൊരു കള്ളച്ചിരിയും ചിരിച്ച് രണ്ട് കൈ പിടിച്ച് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് കണ്ടു എന്നുള്ള രീതിക്ക് നിന്നിട്ട് ഇങ്ങനെ മിററിൽ തുണിയൊന്നും ഇല്ലാത്തതും നല്ലത് തന്നെയാണ്, നല്ല ചോയ്സ് ആണെന്ന് പറഞ്ഞൊരു മാതിരി ഫ്ലേർട്ട് ചെയ്താണൊക്കെ നിൽക്കുകയാണ്. ഇതും കൂടെ കേട്ടിട്ട് അക്സോണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട്. പോട്ട് ആര്? ഞാൻ? നീയല്ലേ ചിന്തിച്ചു കൂട്ടുന്നത്? എന്താ നിന്റെ മൈൻഡിലുള്ളത്? ഞാനോ? നീ വിചാരിക്കുന്നതാണല്ല ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഭയങ്കര നെർവസ് ആയിട്ടാണ് അക്സോൺ പറയുന്നത്. ഓ കേട്ടാലും തോന്നുന്നുള്ള രീതിക്ക് ചിരിച്ചുകൊണ്ടാണ് സോങ് കേൾക്കുന്നത്. ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ട് കയ്യിലേക്ക് നോക്കി. ഞാൻ ലേറ്റായി, എനിക്ക് പോണെന്നും പറഞ്ഞാൽ നമ്മുടെ ചെക്കൻ പോവാൻ നിൽക്കുകയാണ്. ചിരിച്ചോണ്ട് അവിടെ സോങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ അക്സോൺ ക്ലാസ്സിലിരിക്കുകയാണ്. സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലവ് ഇല്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് സാറ് പറയുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ചെക്കൻ നേരെ ആലോചിക്കുന്നത് സോങ്ങിനെ കുറിച്ചാണ്. പൂവ് കൊഴിഞ്ഞു പോകുന്നത്, മരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് സാറ് നോക്കുമ്പം അക്സോൺ വേറെ ഏതോ ലോകത്താണ്. ഇതാണ് സാറ് അവനെ വിളിച്ചിട്ട് ഇതേ കോട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നീ എന്താ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ പൂവ് കൊഴിഞ്ഞു പോകുന്നതും മരിക്കുന്നതും എന്നുള്ള കാര്യം പറഞ്ഞപ്പം നമ്മുടെ ചെക്കൻ ആലോചിച്ചത് അവൻ്റെ അച്ഛനെ കുറിച്ചായിരുന്നു. സ്നേഹമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് കഷ്ടം തന്നെയായിരിക്കും എന്നാണ് നമ്മുടെ ചെക്കനും പറയുന്നത്. കാരണം ആരും നമ്മളെ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കത്തില്ലെന്ന്. ഇത് കേൾക്കുമ്പം അതെ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതും. ലവ് നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തി തന്നെ വേണമെന്നാണ് സാറ് പറയുന്നത്. ലവ് അങ്ങനെ പെർസ്യൂ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് അക്സോൺ നിൽക്കുന്നത്. അവൻ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ അമ്മേൻ്റെ കുറേ ബുക്ക് ഉണ്ടല്ലോ, അതിലിപ്പോൾ ഈ ഒരു കോട്ട് പറഞ്ഞ ആളുണ്ടല്ലോ, ആളുടെ ബുക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് നോക്കുമ്പം അവിടെ അച്ഛൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വൃത്തിയാക്കാതിട്ടിരിക്കുകയാണ്. അത് വൃത്തിയാക്കി കുടിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നത്. ഇങ്ങോട്ടിനി എന്ത് സംഭവിച്ചാലും വരത്തില്ലെന്ന് പറഞ്ഞു മൈൻഡ് മാറ്റിയോന്നും ചോദിച്ച് ഒരുമാതിരി ആക്കിയാണ് അച്ഛൻ നിൽക്കുന്നത്. അമ്മേൻ്റെ ബുക്സൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാനൊന്നും ഇങ്ങോട്ടേക്ക് കയറത്തില്ലെന്നും പറഞ്ഞ് അക്സോൺ. ആ നന്നായി, പെട്ടെന്നായിക്കോട്ടെ, ഇതെല്ലാം എടുത്തിട്ട് വെക്കോ, എന്നാലും ഞാൻ വായിക്കത്തില്ല ഇത്. അതെ നിങ്ങൾ വായിക്കത്തില്ല, അതിൻ്റെയാണ് ഈ കാണാനുള്ളത്. ആ ബുക്സ് വായിച്ചില്ലെങ്കിൽ പോലും നീ ചൂസ് ചെയ്ത ഒരു പാതയെക്കാട്ടും നല്ലൊരു പാത ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്മാർട്ടാണ്. നിങ്ങളുടെ ഈ സ്വഭാവത്തിന് അമ്മ നിങ്ങൾ വിട്ടിട്ട് പോയത് നന്നായി എന്ന് പറഞ്ഞാണ് അക്സോൺ നിൽക്കുന്നത്. അവൻ്റെ ചെള്ളക്ക് എന്നെ അച്ഛനോർണം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്.
നീ ജനിച്ചപ്പോഴാണ് അവള് മരിച്ചത്, നീ കാറിനാണ് അവള് മരിച്ചത് എന്ന് പറഞ്ഞാണ് അച്ഛൻ നിൽക്കുന്നത്. അതേട്ട് അക്സോൺ നല്ല വിഷമത്തിലാണ് നിൽക്കുന്നത്. റൂമിൽ പോയിട്ടും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ സോങ്ങിനാണെങ്കിലാ ഭയങ്കര വിഷമം. എനിക്ക് പറ്റിയിരുന്നെങ്കിൽ നിന്റെ കണ്ണീര് ഞാൻ തുടച്ചേനെ, ടവല് തന്നേനെ, നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ അക്സോണിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. മിററിൻ്റെ അടുത്തേക്ക് വന്ന് താങ്ക് യു എന്ന് പറയുവാണ്. ആരുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് തളർന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരാൾ പറയുവാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കുമല്ലോ. രണ്ടുപേരും കൂടെ കുറച്ച് കഴിയുമ്പോൾ അവിടെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം അപ്പം നിനക്ക് പ്രൂവ് ചെയ്യണമല്ലേ, എന്നാൽ പിന്നെ നീ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. ഇതിൽ സക്സസ് ആവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പിന്നെ എങ്ങനെയാ പ്രൂവ് ചെയ്യുക? അതുമാത്രമല്ല ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ലിറ്ററേച്ചറാണ് പോയി പഠിച്ചത്. ഇതെന്നെ തുടങ്ങലല്ലേ എന്ന് ചോദിച്ച് അക്സോൺ. നീ എഴുതാൻ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. അപ്പം അത് തുടങ്ങ്, അതാണ് തുടക്കം. നിന്നെക്കൊണ്ട് പറ്റും. നീ ബുക്ക് എഴുതിയാൽ ആദ്യം മേടിക്കുന്നത് ഞാനായിരിക്കും. ഓ, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഓ, അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ സെർവ് ചെയ്ത് വെക്കാം എന്നും പറഞ്ഞാൽ നമ്മുടെ ചിക്കനൊരു ഗോൾഡ് കോയിൻ എടുത്ത് കാണിക്കുവാണ്. ഗോൾഡ് കോയിനോ? എടാ നീ റിച്ച് ആണോ? റിച്ചോ? എടാ ഇവിടെ പൊതുവെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. ഓ, അപ്പം ഇത് കഴിക്കാനൊന്നും പറ്റത്തില്ല, അതൊക്കെ വിട്. നീ എന്നെ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു 2 സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഇതിലേതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാൻ പറയാണ്. ഒരെണ്ണം അക്സോനും ചൂസ് ചെയ്യുന്നുണ്ട്. ഇതാണോ ശരിക്കും? ആ അതെ, ഇത് തന്നെ. ആ കൊള്ളാം, പാട്ട് വെച്ചാൽ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പം നീ എന്നോട് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് സോങ്. ഡാൻസോ? പക്ഷെ എനിക്ക് അറിയത്തില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഗൈഡ് ചെയ്യാം എന്നും പറഞ്ഞ് സോങ് മ്യൂസിക് കേൾക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും മിററിൽ പിടിച്ച് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഡാൻസ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് ഡാൻസ് കളിക്കേണ്ടതെന്ന് സോങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുന്നത്. ഓരോ സീൻ കഴിയും തോറും അവർ തമ്മിലുള്ള ഫീലിങ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്കൊരു മാജിക് കണക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രത്തോളം ഹാപ്പിയാണ്. ആ ഒരു മിററ് തടസ്സമായിട്ടില്ലാതെ രണ്ടുപേരും കൂടെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നതും അതിനുശേഷം കിസ് ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്. എന്തോ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സീരീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഥവാ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു 2 എപ്പിസോഡും കൂടെ കണ്ടു നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.